ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായ രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നമുക്കറിയാം, മാർക്കറ്റ് ക്ലോസിംഗ് സമയത്തെല്ലാം തന്നെ നിഫ്റ്റിയുടെ ആ ഒരു ക്ലോസിംഗ് പ്രൈസ് എല്ലാം തന്നെ ആവറേജ് ക്ലോസിംഗിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ട്രേഡേഴ്സിൻ്റെ ഇടയിൽ കുറച്ച് കൺഫ്യൂഷൻസ് എന്നെല്ലാം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ FIs ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെയും ബയേഴ്സ് ആയിരുന്നു. 2444 കോടി രൂപയ്ക്ക് FIs ബൈ നടത്തി. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മളുടെ RBI ഗവർണർ മിസ്റ്റർ സഞ്ജയ് മൽഹോത്ര റിപ്പോ നിരക്കുകളെ കുറിച്ചും കൂടാതെ തന്നെ GDP ഫോർകാസ്റ്റിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തും. അപ്പോൾ വളരെയധികം എസ്പെഷ്യലി ബാങ്കിങ് ഓട്ടോ സ്റ്റോക്കുകൾക്കെല്ലാം തന്നെ ഇത് വളരെയധികം ഇമ്പാക്റ്റ് ചെലുത്തുന്ന ഒരു തീരുമാനമാണ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഇന്നലെ US മാർക്കറ്റ് അതിഗംഭീര റാലി നടത്തി. അതിഗംഭീര റാലി മീൻസ് US മാർക്കറ്റ് യുദ്ധവും മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള ആ ഒരു ചിന്ത പോലെയാണ് US മാർക്കറ്റിൻ്റെ ഗംഭീര റാലി നടത്തിയത്. കാറ്റൽ പില്ലർ പോലുള്ള സ്റ്റോക്കുകൾ, ബോയിങ്, ഫൈസർ, വേഫെയർ തുടങ്ങിയ കമ്പനീസും AMAയിലുള്ള കമ്പനീസും എല്ലാം തന്നെ ഗംഭീര റാലി നടത്തി. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താഴെ കാണാം നാസ്ഡാക്ക് 600 പോയിൻറ്റും ഡോ 900 പോയിൻറ്റും. നാസ്ഡാക്ക് 2.5% റാലിയാണ്. കൂടാതെ 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ്സിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി കാണാം 1700 പോയിൻറ്റ് പ്ലസ്സിലാണ്. ഡോ ഫ്യൂച്ചറും പ്ലസ്സിൽ തന്നെയാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 24,700 നമുക്ക് പോസിറ്റീവായിട്ട് ഒരു ഓപ്പണിംഗ് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. കൂടാതെ ബ്രന്റ് ഓയിൽ ഇടിഞ്ഞിട്ടുണ്ട് 80ലേക്ക്. ബിറ്റ് കോയിൻ 64,000, സിൽവർ 59, ഗോൾഡ് ഏറ്റവും ടോപ്പിൽ 4,086 എന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ US മാർക്കറ്റ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഗംഭീര റാലി US മാർക്കറ്റ് നടത്തി. FIസും ബയേഴ്സാണ്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. മിഡ് ക്യാപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. പവർ ഗ്രിഡ്, PB ഫിൻടെക്, കുമിൻസ്, ബെർജർ പെയിൻറ്റ്, ഓറോബിൻഡോ ഫാർമ, ബയോകോൺ, ബയേഴ്സ് കോർപ്സ്, നെവിൻ ഫ്ലോറൈൻ, ഗോദ്രേജ് അഗ്രോവിറ്റ്, ആസ്റ്റർ, വേൾപൂൾ, GNFC, JK ലക്ഷ്മി സിമെൻറ്റ്, കൂടാതെ തന്നെ ശ്രീ രേണുക ഷുഗർ, ആപ്ടെക്, FDC, ടൈം ടെക്നോപ്ലാസ്റ്റ്, റോളക്സ് റിങ് തുടങ്ങിയ കമ്പനീസും ഇതല്ലാതെ ഒരുപാട് കമ്പനീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് ക്യാപിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ടോപ്പ് കമ്പനീസിൻ്റെ ലിസ്റ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെയും കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളിലെ ഇൻഡിവിജ്വലായിട്ടുള്ള വാർത്തകളൊക്കെ പോകാം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക് മുതൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ക്രിപ്റ്റോ, ഫോറക്സ്, കമ്മോഡിറ്റി ഇതെല്ലാം ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും ഓൺലൈനായിട്ട് പഠിക്കാം. ഇത് നമ്മുടെ സെൻറ്ററിൽ വന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോഴിക്കോടും കൊച്ചിയിലും സെൻറ്റർ ഉണ്ട്, അവിടെയും വന്ന് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് കമ്പനി നമ്പർ ഉണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യം നെയ്ക്കയാണ്. നെയ്ക്കയുടെ നെറ്റ് പ്രോഫിറ്റ് ഡബിൾ ആയിട്ടുണ്ട്. 24 കോടി രൂപയിൽ നിന്ന് 79 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ONGC ഈ തവണ നെറ്റ് പ്രോഫിറ്റ് ഒരു 112% വർധനവ് രേഖപ്പെടുത്തി. റവന്യൂ 45% വർദ്ധിച്ചു. ഭാരത് എയർടെൽ നെറ്റ് പ്രോഫിറ്റ് 37% ഉയർന്ന് 8,167 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 18% ഉയർന്നു. ഭാരത് ഹെക്സാകോം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 23% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു. മാരിക്കോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 513 കോടി രൂപയിൽ നിന്ന് 27% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 652 കോടി രൂപ കരസ്ഥമാക്കി. കാസ്ട്രോൾ ഇന്ത്യ ഇവർ നെറ്റ് പ്രോഫിറ്റ് 42% ഇയർ ഓൺ ഇയർ ഉയർന്നു. അതായത് 244 കോടി രൂപയിൽ നിന്ന് 347 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. NHPC കമ്പനി കഴിഞ്ഞ തവണ 1065 കോടി രൂപ പ്രോഫിറ്റ്, ഇത്തവണ 1095 കോടി രൂപ പ്രോഫിറ്റ്, ഏകദേശം ഒരു 2.9% ഒരു വർധനവ് മാത്രം. ദീപക് നൈട്രേറ്റ് ഇത്തവണ ഗംഭീര റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. 112 കോടി രൂപയിൽ നിന്ന് 345 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ജ്യോതി സ്ട്രക്ചർ കമ്പനി 11 കോടി രൂപയിൽ നിന്ന് 19 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കല്യാൺ ജ്വല്ലേഴ്സ് 264 കോടി രൂപയിൽ നിന്ന് 349 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. PNB ഹൗസിംഗ് ഫിനാൻസ് 530 കോടി രൂപയിൽ നിന്ന് 557 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മെട്രോപോളിസ് ഹെൽത്ത് കെയർ 45 കോടി രൂപയിൽ നിന്ന് 56 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. BSC 539 കോടി രൂപയിൽ നിന്ന് 874 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് 203 നിന്ന് പ്രോഫിറ്റ് 413 ഉയർത്തി.
സനോഫി ഇന്ത്യ 69 കോടി രൂപയിൽ നിന്ന് 83 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. വൈകിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്ത താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പറുണ്ട്, ക്ലിക്ക് ചെയ്യുക, കോഴ്സ് തിരഞ്ഞെടുക്കുക. താങ്ക് യു ഓൾ.